എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഉള്ളി കാണാണ്ടല്ലേ, വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളി നല്ല ക്ലീൻ ചെയ്ത് കഴുകി തുടച്ച് വെച്ച ഉള്ളിയാണ്. 1/2 കിലോ ഉണ്ട് ഇതിൽ. ഇതും കൊണ്ടുള്ളതാണ് ഇന്നൊരു വിഭവം ഉണ്ടാക്കുന്നത്. ഈ വലിയ ഉള്ളിനെ കഴുകി തുടച്ച ഉള്ളിനെ ഇങ്ങനെ 4 ആയിട്ട് വെട്ടണം, മുറിക്കണം. 4 കഷ്ണം. ഇതാ ഇത്ര വേണ്ടു. 1/2 കിലോ. 2-3 സ്റ്റെപ്പാണ് ഇത്. വന്നിട്ട് ഈ ഉള്ളിയും കൂടി ഞാൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. വലിയ ഉള്ളിയിലുള്ളൊരു അച്ചാറാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമുക്ക് നല്ലെണ്ണ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിനെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും പൊട്ട് വെള്ളം കൂടി ഉണ്ടാവാൻ പാടില്ല. തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള ഉള്ളിയാണ്. ഈ ഉള്ളിനെ നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് 3 വിസിൽ വിട്ടിട്ട് ഇറക്കണം. 3 വിസിൽ വരയ്ക്ക് ഇരുന്ന് വേവണം. അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇട്ടുന്നത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. വെള്ളം പെടാൻ പാടില്ല, പ്രത്യേകിച്ച് പറയണു, വെള്ളമാവാൻ പാടില്ല. അപ്പോൾ ഇത് ഒരു 3 വിസിൽ വരണം. അതിന് ശേഷം നമുക്ക് ഓഫാക്കിയിട്ട് പിന്നെ ഒരു സ്റ്റെപ്പ് 2-3 സ്റ്റെപ്പാണ് ഇതിന്. ഓരോന്നോരോന്ന എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഒന്ന് വാടി വരട്ടെ. 1 മിനിറ്റ് 2 മിനിറ്റ് അത്ര ആവശ്യമുള്ളൂ. അതിന് മേലെ ആവശ്യമില്ല. വറക്കല്ല എന്ന് ഇളക്കി കൊടുക്കാം. ലൈറ്റ് കളറൊക്കെ കുറച്ച് മാറി 2 മിനിറ്റോളം ഇളക്കി കൊടുത്തു. ഇനി അടുത്ത പുളി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. ഞങ്ങൾക്ക് വേറെ അങ്ങനെ വിടർത്തി നോക്കിയതാണ്. കണ്ടോ, ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള പുളി നമുക്കിനി അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് 3 വിസിൽ വരട്ടെ. ഇനി നമുക്ക് ഓഫാക്കാം. 3 വിസിൽ വരട്ടെ. അപ്പോൾ കുക്കറിലെ ഉള്ളി 3 വിസിൽ വന്നു. അത് ഇറക്കി വെച്ചു. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. എന്തൊക്കെ ഇടണത് നോക്കാം. നമുക്ക് എന്തൊക്കെ ഇടണം. വറുക്കണം. ഒരു ചെറുതായൊരു മസാല വറുത്തെടുക്കണം. അപ്പോൾ എന്തൊക്കെ വറക്കണം നമുക്ക് നോക്കാം. അടുപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുന്നു. അതിന് ഒരു 1/2 സ്പൂണ് 3/4 സ്പൂണ് മല്ലി ചൂടാവട്ടെ. മല്ലി ചൂടായി. നമുക്ക് ഉലുവ 1/4 ടീസ്പൂൺ ഉലുവ. ഇത് വലുതാണ് ടീസ്പൂണ്. അതേ അളവിന് ജീരകം, അതേ അളവിന് കടുക്, കുരുമുളക്, അതേ അളവിന് കുരുമുളക്. അടുപ്പ് ഓഫാക്കാം. അത്ര മതി. നമ്മുടെ കായം കൂട്ടാൻ, കട്ടക്കായം വറുത്ത് വെച്ചാണ്. അടുപ്പ് ഓഫാക്കാം. ഞാൻ ചൂടാറി നമുക്ക് പൊടിച്ചെടുക്കാം. ഇതാ മല്ലി, കുരുമുളക്, ജീരകം, ഉലുവ, കടുക് എല്ലാം ഓരോ ചെറിയ ടീസ്പൂണിൽ ഒരളവ് ടീസ്പൂണ് ഇട്ടാൽ മതി. 1/2 കിലോ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ഇട്ടാൽ മതി. വറുത്തു. ഇനി നമുക്കൊന്ന് ഒരു പൊടി ചൂടാറിയ ശേഷം പൊടിച്ചു കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതേമാതിരി നല്ല വെന്ത് വന്നു. വെന്ത് കളറൊക്കെ മാറി വന്നു. ഇതാ നല്ല വാടി വെന്ത് വന്നു. ഇനി ചൂടാറട്ടെ. ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ വറുത്തത് പൊടിച്ചു. ഇത്രയും പൊടിക്കണ്ടുള്ളൂ. പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമുക്ക് ഉള്ളിന് ഇതിലിട്ടിട്ട് അരച്ചു കൊണ്ടിരാം. പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളിനെ അരച്ച് നൈസായിട്ട് അരച്ചെടുക്കട്ടെ. പുളി കറുത്ത പുളിയായിട്ടാണ്, കുറച്ച് കറുപ്പായതിന്. പിന്നെ പ്രത്യേകം നല്ല കനയുള്ള ചട്ടി വെച്ചിട്ട് വിസിലടുപ്പിക്കണം. നല്ല കന വേണം. കനില്ലാതെ കുക്കറിൽ വെച്ച് വിസിലടിക്കരുത്. എണ്ണ അത്യാവശ്യം ഒഴിക്കുകയും വേണം. ഒരു പ്രത്യേകം ശ്രദ്ധയ്ക്കാണ്. അപ്പോൾ ഇത് നമുക്ക് അരച്ചു കൊണ്ടുവരാം. വീണ്ടും ചട്ടി വെച്ചു. ഇതാ നല്ല പേസ്റ്റ് മാതിരി അരച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇതാ ഇങ്ങനെ അരയ്ക്കണം.
അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. അതിന് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ, കുറച്ച് എണ്ണ അധികം തന്നെ വേണം, ഒഴിക്കണം. നല്ലെണ്ണ തന്നെ വേണം. നമുക്ക് കടുകിടാം. 2 മണി ഉലുവ ഇടുന്നുണ്ട്. ഇത് ഉണക്കമുളകാണ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി നല്ല തോലാക്കാന്നിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി ഉണ്ട്, ഇട്ട് കൊടുക്കാം. നല്ല കളറ് മാറി വരട്ടെ. നമ്മുടെ സ്വന്തം കറുവേപ്പില വെളുത്തുള്ളി കളറൊക്കെ മാറി കഴിഞ്ഞു. നമുക്കിനി നമ്മുടെ ഉള്ളി അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന്. കല്ലുപ്പാണ് കൊടുക്കുന്നത്. നല്ല ഇളകി കൊടുക്കുക. ഇവിടുത്തെ വെള്ളം നല്ല വയറ്റി എല്ലാം ഒന്നിങ്ങനെ എണ്ണ തെളിഞ്ഞൊക്കെ വരും. അപ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണ്, വലിയ സ്പൂൺ 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. നല്ല അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ പൊടിച്ച പൊടി ഇട്ടിട്ടില്ല, സ്പെഷ്യൽ പൊടി. എത്ര ക്വാണ്ടിറ്റി ഉണ്ടിച്ച് അതിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി, ഇട്ടാൽ മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒക്കെ അധികം ആവരുത്. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. ആദ്യം ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യലാണ് പറയുകയാണ്. ആദ്യം ഉണ്ടാക്കുന്ന നോക്കുമ്പോൾ കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക എല്ലതും. ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പോരാ തോന്നിച്ചാൽ മാത്രം വീണ്ടും ഇട്ട് കൊടുക്കുക. നമ്മുടെ മെയിൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കാം. 1 സ്പൂണ് ശർക്കരപ്പൊടിയാണ്. ശർക്കര ആയാലും വേണില്ല, വെല്ലോ ശർക്കര അതിനാണ് നിറയെ പേരല്ലേ, എന്തായാലും വേണില്ല. 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ. അങ്ങനെ വരണം. ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ ആവണം. അതാണ് അതിൻ്റെ പാകം. ചേർന്ന് വരണം. കറക്റ്റായി നമുക്ക് ഹാഫാക്കാം. നമ്മുടെ ഉള്ളി അച്ചാർ റെഡിയായി. അടുപ്പൊക്കെ ഹാഫാക്കി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.